ഹായ് അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ട് പോക്കറ്റ് ഷവർമൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നമ്മൾ വിചാരിക്കും ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കാനെന്നൊക്കെ അല്ലേ. കടയിൽ നിന്നൊക്കെ ഞങ്ങളിത് കുറേ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ചിരുന്നു കേട്ടോ. ആദ്യമൊക്കെ 25 രൂപയാണ് ഒരു പീസിനെ. അപ്പോൾ നമുക്കിത് എളുപ്പം വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ചിക്കൻ്റെ ഒക്കെ ഒന്ന് അളവ് ഞാൻ പറയുന്നില്ല, കാരണം നിങ്ങൾക്ക് അറിയാമല്ലോ എത്ര പീസ് വേണമെന്നില്ല, അതിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ചിക്കന് നന്നായിട്ട് കുരുമുളക് ഉപ്പിട്ടിട്ട് വേവിച്ചിട്ട് ഇതുപോലെ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ, ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഷവർമ്മക്കൊക്കെ അറിയാലോ ഇങ്ങനെ ചെറുതായിട്ട് ഫ്രൈ ചെയ്തിട്ടായിരിക്കുമല്ലോ. എന്നിട്ട് മിക്സിയിൽ ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് ക്രഷ് ചെയ്തിട്ടുള്ളേ, വല്ലാണ്ട് ആക്കിയിട്ടില്ല. ഇതിൽ ചെറുതായിട്ട് ഇങ്ങനെ കടിക്കണം, അപ്പോഴാണ് ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ നമുക്ക് ബ്രെഡ് എടുക്കാം കേട്ടോ. ബ്രെഡ് ഏത് ബ്രെഡും എടുക്കാം, അങ്ങനെയൊന്നുമില്ല. ഇത് കുറച്ച് കട്ടിയുള്ളൊരു സൈസ് ബ്രെഡാണേ. എന്നിട്ട് നമുക്ക് ഈ ഒരു ബ്രെഡിൻ്റെ അരിക് കണ്ടല്ലോ, ഈ ഒരു അരിക് ഫുള്ള് ഇങ്ങനെ കളയാട്ടോ, ഇതുപോലെ കട്ട് ചെയ്തിട്ട് കളയാം. അപ്പോൾ ഈ ബ്രെഡിനെ നമ്മളൊന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് എന്തെങ്കിലും വെച്ചിട്ടൊന്ന് അമർത്തി എടുക്കുകയാണെങ്കിൽ അത് ഒന്നും കൂടെ ഈസി ആയിട്ട് ഇരിക്കും കേട്ടോ. നമുക്കിങ്ങനെ ഉള്ളിൽ നമുക്കത് നിറച്ച് കൊടുക്കാൻ കുറച്ചധികം നിറച്ച് കൊടുക്കാൻ പറ്റും. ഇത് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ പരത്തി കൊടുത്താൽ ഒന്നും കൂടെ ഇതാവും. എന്നിട്ട് നമുക്ക് അതൊന്ന് മാറ്റി വെക്കാം കേട്ടോ. ഫുള്ള് ഞാൻ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ട് ഒരു ബൗളെടുത്തിട്ട് 2 എഗ്ഗ് ഒഴിച്ചിട്ട് ഇതുപോലെ ബീറ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തിട്ട് എടുത്തിട്ട് ഇതുപോലെ 4 ഭാഗവും നമ്മൾ നന്നായിട്ട് ഇതിലൊന്ന് ടിപ്പ് ചെയ്യുക കേട്ടോ. ഇതുപോലെ തന്നെ ടിപ്പ് ചെയ്ത് നമ്മൾ നന്നായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കണേ. എന്നിട്ട് ഇതുപോലെ 2 ഭാഗം കൂടെ ആക്കി കൊടുത്തിട്ട് നമ്മൾ എടുക്കുന്നത് റസ്കിൻ്റെ പൊടിയാണ് കേട്ടോ. റസ്ക് പൊടിയിലിട്ടിട്ട് എല്ലായിടത്തും ആ ഒരു റസ്ക് പൊടി നന്നായിട്ടാവുന്ന രീതിക്ക് തന്നെ ആക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിങ്ങനെ സൈഡൊക്കെ ആക്കിയ ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ആ ഒരു എഗ്ഗൊക്കെ ഉള്ളിൽ ആയിട്ടുള്ള എഗ്ഗൊക്കെ ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് സൈഡ് കൂടെ നമ്മൾ ആക്കി കൊടുത്തത്. കാരണം ഇല്ലെങ്കിൽ വിട്ട് പോരുകയെ, നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ട് ആ ഒരു ഫില്ലിങ് നിറക്കുമ്പോൾ വിട്ട് പോരും കേട്ടോ. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ടിപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ല തിളച്ചിട്ടുള്ള എണ്ണയിലേക്ക് എടുത്തിട്ട് ചെറിയ തീയിൽ വേണം കേട്ടോ. ഫസ്റ്റ് നമ്മൾ ചൂടാക്കിയ എണ്ണയാണ്, ചെറു തീയിലിട്ടിട്ട് അങ്ങനെ 2 ഭാഗം ഒന്ന് മൊരിച്ചിട്ട് എടുക്കണം കേട്ടോ. മൊരിച്ചിട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ സ്പൂണൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ ഇങ്ങനെ സൗണ്ട് കേൾക്കില്ല, അത്രയും ആവണം കേട്ടോ. എന്നാലേ നമ്മളത് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റൊക്കെ ഉണ്ടാവുള്ളൂ, നല്ലൊരു എന്താ പറയുക കടിക്കാനൊക്കെ കിട്ടുള്ളൂ കേട്ടോ. അതുപോലെ ഞാൻ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. എനിക്ക് 5 ദണ്ട കിട്ടിയിട്ടുള്ളത്. നമ്മൾ 10 ബ്രെഡ് വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതേപോലെ ഒരു ബൗളെടുത്തിട്ട് ക്യാരറ്റ്, ക്യാബേജ്, മല്ലിയില, പിന്നെ കുക്കുംബർ, ഓണിയൻ, ഇത്രയും സാധനങ്ങളാണ് കേട്ടോ. വലിയുള്ളി, കുക്കുംബറും, അത് എല്ലാം ഇത് കാണുന്ന സാധനങ്ങളെല്ലാം എടുക്കണം കേട്ടോ. അതൊക്കെ പിന്നെ അളവ് ഞാൻ പറയുന്നില്ല, നമുക്ക് ഇഷ്ടമുള്ള അത്രയും എടുക്കട്ടോ. നമ്മൾ ആ ഒരു ഫില്ലിങ്ങിന് എത്ര വരുന്നത് അത്രയും എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ എടുക്കുന്നത് എനിക്ക് ആ ഒരു 5 പീസിനുള്ളതാണ് കേട്ടോ. ഞാനിപ്പോൾ എടുക്കുന്നത് ഒരു 2-3 ടേബിൾ സ്പൂണോളം ബാക്കിയായിട്ടുള്ളൂ കേട്ടോ. ബാക്കി ഫുള്ള് ഞാൻ നിറച്ച് കൊടുത്തിട്ടായിരുന്നു. പിന്നെ മയോണൈസ് നിർബന്ധമാണ് കേട്ടോ. മയോണൈസ് ഇട്ട് കൊടുക്കണം. അപ്പോൾ മയോണൈസ് വീട്ടിലുണ്ടാക്കിയ മയോണൈസ് ആയിട്ടോ. ഞാൻ മുട്ട വെച്ചിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള മയോണൈസ്, അതാണ് ഇത്ര തിക്കായിട്ട് ഇരിക്കുന്നത് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ മയോണൈസൊക്കെ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. കുറേ സമയം വെച്ചിട്ട് നമ്മളിതൊന്നും ഉപയോഗിക്കരുത് കേട്ടോ, ഭയങ്കര കേടാണ്. പിന്നെ ആ ഒരു ചിക്കനും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള മയോണൈസ് കൂടെ ആ ഒരു കപ്പ് ഫുള്ള് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മയോണൈസ് ഇതിക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ അപ്പം ഉണ്ടാക്കുക, നമ്മൾ കുറച്ച് കഴിക്കാൻ പാകത്തിന് ഉണ്ടാക്കി വെക്കുക കേട്ടോ. പിറ്റേന്നൊന്നും കഴിക്കരുതേ. കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ട്, അപ്പോൾ ഇതുവരെ നമ്മൾ ഉപ്പിട്ടിട്ടില്ല കേട്ടോ. നമ്മൾ ആ ഒരു അതിൽ മുട്ടയിലോ ഒന്നിലും ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. മയോണൈസിൽ ഉപ്പുണ്ട്, അത് കാരണം കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതിയാവും കേട്ടോ. അത് ശ്രദ്ധിക്കണം. എന്നിട്ട് പിന്നെ നമുക്ക് ഈ ഒരു ബ്രെഡ് 2ആയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. കട്ട് ചെയ്യുമ്പോഴൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണേ. ഇതുപോലെ ഇപ്പം ഞാൻ നന്നായിട്ട് നമ്മൾ ആ ഒരു സൈഡൊക്കെ പ്രസ് ചെയ്തുകൊണ്ടാട്ടോ അതിങ്ങനെ പോരാതെ നിൽക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഫില്ലിങ് നിറച്ച് കൊടുക്കുക കേട്ടോ. അത് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിറച്ച് കൊടുക്കുക കേട്ടോ. ഞാൻ നന്നായിട്ട് തന്നെ നിറച്ച് കൊടുത്തിട്ടുണ്ട്, കാരണം ഇതിങ്ങനെ കഴിക്കുമ്പോൾ കടിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ. ഇത് എല്ലാം നമുക്ക് ഇതുപോലെ ഫുള്ള് ഞാൻ നിറച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് നിറച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇത്ര ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. നമ്മൾ ആ ഒരു പച്ചക്കറിയൊക്കെ നേരത്തെ കട്ട് ചെയ്ത് വെച്ചാൽ പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. പിന്നെ എല്ലാവർക്കും ഇഷ്ടാവും ചെയ്യും കേട്ടോ. അപ്പോൾ നോമ്പിനൊക്കെ നമുക്കിത് എന്തായാലും ഉണ്ടാക്കിയാൽ വേറൊരു കടിയൊന്നും നമുക്ക് ഉണ്ടാക്കേണ്ടി വരില്ല കേട്ടോ. പലഹാരങ്ങളൊന്നും വേറെ ഉണ്ടാക്കേണ്ടി വരില്ല. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.